പലപ്പോഴും നമ്മൾ ജീവിതം മതിയാക്കിയാലോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചാണ്. അത്ര ആ ഒരു ലെവലിലോട്ട് കയറാം. നമ്മൾ ഇത്ര അധികം കഷ്ടപ്പെട്ടിട്ട് എന്തുകൊണ്ട് നമുക്കൊന്നും ആകാൻ കഴിയുന്നില്ല, ചിത്രങ്ങൾ വിറ്റ് പോകുന്നില്ല, ഇനി ആ തെരുവിലിട്ട് വിൽക്കാൻ കഴിഞ്ഞ ദിവസം കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കാനും തീരുമാനിച്ചു ഞാൻ. അത്രയ്ക്കും നമ്മളൊരു ലെവലിലോട്ട് എൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. രതീഷിൻ്റെ മുഖം ലൈവായിട്ട് ചേട്ടൻ വരയ്ക്കാൻ പോവുകയാണ്. രതീഷിൻ്റെ മീശയൊക്കെ അല്ലേ അതേ വഴി കേട്ടോ അതേപോലെ വരച്ച് കാണാൻ ഭയങ്കര സുഖമല്ലേ, നമ്മൾ ഫോട്ടോ എടുക്കാൻ നല്ല രസമാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ കിഡു മീഡിയ എന്ന കണ്ണനാണ്. നമ്മളുടെ വീഡിയോ എപ്പോഴും വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ ഇന്ന് നമ്മളൊരു വ്യത്യസ്തനായിട്ടുള്ള ഒരു മനുഷ്യനാണ് കാണാൻ ഇവിടെ വന്നേക്കുന്നത്. ഇപ്പം ഞാൻ തിരുവല്ലയിൽ വള്ളംകുളം എന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ കൈകൾ കൊണ്ട് പടം വരയ്ക്കുന്ന നമ്മുടെ ബോധിച്ചേട്ടൻ്റെ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അദ്ദേഹം അകത്തുണ്ട്. ഇവിടെ ഞാൻ വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ വീടിനകത്തോട്ട് കയറിയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കൈ വിരലുകൾ കൊണ്ട് വരച്ച പടങ്ങൾ ഒരുപാടുണ്ട്. അത് കാണുമ്പോൾ തന്നെ എന്താ പറയുക, ജീവൻ തുടിക്കുന്ന പടങ്ങൾ. ഞാനിപ്പോൾ അത് കണ്ടിട്ടിങ്ങനെ വെളിയോട്ട് ഇറങ്ങിയപ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഒരു വല്ലാത്തൊരു സന്തോഷമാണ് ആ പടങ്ങൾ കാണുമ്പോൾ. അപ്പോൾ അദ്ദേഹം ബ്രഷുകളോ കാര്യങ്ങളോ ഇല്ല, കൈകൾ കൊണ്ട് മാത്രം വരയ്ക്കുന്ന ആ പടങ്ങൾ നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ ജീവിതവും കാര്യവും എല്ലാം, ഈ വരകളും എല്ലാം നമുക്ക് അകത്തോട്ട് കയറിയിട്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാൻ ഉള്ളത്. നമുക്ക് അകത്തോട്ട് പോവാം. നമസ്കാരം. നമസ്കാരം. എന്തുണ്ട് വിശേഷം? എന്തു പറഞ്ഞു? നല്ല വിശേഷം. മഴയൊക്കെ അല്ലേ? എങ്ങനെ പോകുന്നു? പിന്നെ ഒരു ചോദ്യം. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലോട്ട്, ഈ കൈകൾ കൊണ്ട് വരയ്ക്കുന്ന ഒരു ഫീൽഡിലോട്ട് വന്നത്? അവനെ കുറിച്ച് അറിയണ്ടേ? ഓക്കെ, നമുക്ക് ആദ്യം ഞാൻ അതിന് മുൻപുള്ള കാര്യം പറഞ്ഞാലോ? പറഞ്ഞു. അച്ഛൻ വരയ്ക്കുമായിരുന്നു ചെറുതായിട്ടെ. ഇപ്പോൾ എനിക്കൊരു 3-4 വയസ്സുള്ളപ്പം അച്ഛനെ ഇങ്ങനെ ചിത്രം വരയ്ക്കുന്ന കണ്ടിട്ടുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ പിന്നെ ഈ ഒരു മേഖലയിലോട്ട്, അച്ഛനാണ് ആദ്യത്തെ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം കുറേ വർഷമായിട്ട് നമ്മളിങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒരു SLC ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും കൊമേഴ്സ്യൽ ഫീൽഡിലോട്ട്, അത് ചുവരെഴുത്തും ബാനർ എഴുത്തും ഒക്കെ ആ ഒരു മേഖലയിൽ വന്നു. അതിനുശേഷം പിന്നെ വരുന്നത് സിനിമയും നാടകമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പോയി. അപ്പം അങ്ങനെ തോന്നിയപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഒരു ശൈലിയിലൂടെ നമുക്കൊന്ന് മാറിക്കൂടാ, നമ്മുടെ ഒരു ക്രിയേഷൻ ചെയ്ത്. അങ്ങനെ ആദ്യം 3D പെയിൻറ്റിങ് ചെയ്തേ, സ്ട്രീറ്റ് 3D പെയിൻറ്റിങ്, വോളിലൊക്കെ 3D അങ്ങനെ കുറേ ചെയ്തു. പിന്നെ ആൾക്കാരെല്ലാം ചെയ്യാൻ തുടങ്ങി. പിന്നെ എനിക്ക് അതിനോട് ഫൈറ്റ് ചെയ്ത് എനിക്ക് താല്പര്യമില്ല, കോമ്പറ്റീഷൻ ചെയ്യാൻ വേണ്ടി താല്പര്യമില്ല ഒരു വർക്കും. അത് ഈ കലയെന്ന് പറഞ്ഞ സംഭവം അതിന് വേണ്ടിയുള്ളതല്ലോ. അങ്ങനെ അത് പിന്നെ അത് പിൻവാങ്ങിച്ചാൽ പിന്നെ ആൾക്കാർ ഒരുപാട് പേര് ചെയ്യാറപ്പോൾ നമ്മൾ പിന്നെ അങ്ങനെ പോകാതെ ഇപ്പോഴും ചെയ്യും കേട്ടോ, വർക്കിട്ട് ചെയ്യും. സത്യം നമ്മൾ 3D ചെയ്യും, 4D ഒക്കെ നമ്മൾ ചെയ്യും, വോളിലും എവിടെയും ചെയ്യും. നമുക്ക് ഇത്രയും സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ചേട്ടൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ വന്നപ്പോൾ എനിക്ക് തോന്നിയാണ് നമ്മുടെ വരുമാന മാർഗം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട്? സെലിബ്രിറ്റി നിങ്ങളാക്കിയിരിക്കുന്ന എല്ലാം കൂടെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ എന്നെ സെലിബ്രിറ്റി ആക്കിയത് ശരിക്കും പറയുകയാണ്. എൻ്റെ ജീവിതം അതിഭീകരമായ അവസ്ഥയല്ലോ. ഞാൻ പറയാൻ മടിയില്ലാത്ത കാര്യം. ഞാൻ എന്തിനാണ് നമ്മൾ മറക്കുന്നത്? നമ്മളെല്ലാം മരിച്ചു വന്ന മനുഷ്യരല്ലേ, ഒന്നും മറച്ചു വെക്കാൻ ഇവിടൊന്നുമില്ല. ഭീകരമായിട്ടുള്ള ജീവിതം നമ്മുടെ ലൈഫ് പോകുന്നത്. നമ്മുടെ പേര് പോലെ നമുക്ക് മറ്റൊന്നുമില്ല, പേരേ ഉള്ളൂ, മറ്റൊന്നുമില്ല. കുട്ടികളൊക്കെ ക്ലാസ് എടുത്തായിരുന്നു ഞാൻ ആ കൊറോണ സമയത്തൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു 7 മാസം 8 മാസം പോകുന്നു, 1 രൂപയുടെ വർക്ക് ഞാൻ ചെയ്തിട്ടില്ല. ഇത് എങ്ങനെ? ഇപ്പോൾ റേഷനറി ഉണ്ട്, നമുക്ക് സർക്കാർ തരുന്ന അരിയുണ്ട്. അതുകൊണ്ട് പിന്നെ കോസ്റ്റ്യൂമിന് കുഴപ്പമൊന്നുമില്ല. നേരത്തെ മേടിച്ച കോസ്റ്റ്യൂമൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ ഇട്ട് പോകുമ്പോൾ വെള്ളോട്ട് പോകുമ്പോൾ ആൾക്കാർ ബോധിക്ക് തന്നെ കുഴപ്പം, ബോധിക്ക് പ്രശ്നമില്ല, ബോധിക്ക് ഹൈടെക് വരവും കാര്യങ്ങളും ഒക്കെ. പക്ഷെ എൻ്റെ ജീവിതം അതിഭീകരമായ അവസ്ഥയാണ്. ഒരാളുടെ മുമ്പിൽ പോയി കൈ നീട്ടാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. നിങ്ങൾക്ക് തന്നെ കുഴപ്പമില്ല, എൻ്റെ ഇഷ്ടംപോലെ പൈസ ഇല്ലേ, ഇല്ല നീ ആളുടെ വിളിച്ച് ആ കാശ് ഇവിടെ അടുക്കി വെച്ചേക്കെന്ന് പറഞ്ഞത്. പണം വന്ന് അവന് മൊബൈൽ വഴി യൂട്യൂബ് വഴി എല്ലാം പൈസ വരുന്നുണ്ട്. എനിക്ക് ചെറിയ യൂട്യൂബ് അപ്പോൾ ചാനലുകാർ ഇഷ്ടം പോലെ ബോധി തേടി വരുന്നുണ്ട്. ഇതെല്ലാം ബോധി ഭയങ്കര വരുമാനമെന്ന് പറയുന്നത്. ഞാൻ ഓരോ ദിവസവും കഴിച്ചു നീട്ടാൻ അനുഭവിക്കുന്ന ടെൻഷൻ അതിഭീകരമായ അവസ്ഥയാണ്. എന്താ പിന്നെ അറിയത്തില്ല, എന്താ ഇത്രയൊക്കെ നമുക്ക് അമർഷമാണ് എനിക്ക് എന്നോട് തന്നെ ശരിക്കും പറയണേ. പലപ്പോഴും നമ്മൾ ജീവിതം മതിയാക്കിയാലോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചാണ്. അത്ര ആ ഒരു ലെവലിലോട്ട് കയറാം. നമ്മൾ ഇത്ര അധികം കഷ്ടപ്പെട്ടിട്ട് എന്തുകൊണ്ട് നമുക്കൊന്നും ആകാൻ കഴിയുന്നില്ല, ചിത്രങ്ങൾ വിറ്റ് പോകുന്നില്ല, ഇനി ആ തെരുവിലിട്ട് വിൽക്കാൻ കഴിഞ്ഞ ദിവസം കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കാനും തീരുമാനിച്ചു ഞാൻ. അത്രയ്ക്കും ഒരു ലെവലിലോട്ട് എൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. പബ്ലിക് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങളിപ്പോൾ ഇത്രയും ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ജീവിതം പലപ്പോഴും ഞാൻ അവസാനിപ്പിച്ചാലോ എന്ന്. പിന്നെ 2 കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നു, അവരുടെ ലൈഫ് ഞാനായിട്ട് എന്തിനാ നശിപ്പിക്കുന്ന ഓർത്തോ? ഇല്ലെങ്കിൽ നേരത്തെ എൻ്റെ ലൈഫ് ഞാൻ തീർത്താണ്. ഇത് ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടോ ഭയപ്പെടുന്നില്ല. പക്ഷേ ഇതിനെല്ലാം നമ്മൾ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരാൻ അതിഭീകരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അത് ഭയങ്കര. പക്ഷേ ഇന്നലെ നാളെങ്കിലും വരും എന്നുള്ളൊരു കോൺഫിഡൻസിനോട് ഉണ്ട് എനിക്ക് ഉള്ളിൽ. അതുകൊണ്ട് മാത്രമേ ഞാൻ വീണ്ടും വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ എൻ്റെ മുറി കണ്ടില്ലേ, അത് നിറച്ച് വരച്ച് ചിത്രങ്ങൾ കൂട്ടിയിട്ടൊക്കെ വരയ്ക്കാൻ ഇനി വരയ്ക്കും ഞാൻ അങ്ങോട്ട് എപ്പോഴെങ്കിലും പോകും എന്നൊരു കോൺഫിഡൻസ് കൂടി. ഇല്ലെങ്കിൽ ഞാനത് തെരുവിലെങ്കിൽ വിൽക്കും. നിങ്ങൾ ഈ 2 ചിത്രം കണ്ടോ?
ഈ 2 ചിത്രം ഇത് ഫിംഗർ പെയിൻറ്റിംഗ് ആണ്. ഞാനിത് നെറ്റിൽ കയറി കുറേ സെർച്ച് ചെയ്ത് ക്രൈസ്റ്റിൻ്റെ ഇങ്ങനെ ഫിംഗർ പെയിൻറ്റിങ് പോർട്രേറ്റ് ഉണ്ട് ക്രൈസ്റ്റിൻ്റെ. ഞാനൊന്നും കണ്ടില്ല. ഇനി ഞാൻ സെർച്ച് ചെയ്തതിൻ്റെ കുഴപ്പമാണ്, ഇനി എൻ്റെ അറിവില്ലായ്മയാണെന്ന് അറിയില്ല, കണ്ടില്ല. ഇത് ഞാനൊക്കെ ദിവസങ്ങളെടുത്ത് ഞാൻ പറഞ്ഞ ചിത്രം ഇതൊക്കെ എൻ്റെ വിരലുകൾ കൊണ്ട് മാത്രം ചെയ്ത ചിത്രമാണിത്. അപ്പോൾ ഞാനിത് കത്തിച്ച് കളഞ്ഞാൽ വെറുതെ എൻ്റെ ഒരു ചിത്രവും കത്തിച്ച് കളഞ്ഞാൽ പോലും ഞാനത് ആർക്കും വെറുതെ കൊടുക്കില്ല. കത്തിച്ച് കളഞ്ഞാൽ ഞാൻ പലപ്പോഴും ഞാൻ വൈഫിനോട് എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞു, മോനെ കത്തിച്ച് കളഞ്ഞാൽ പോലും ഞാൻ അച്ഛൻ്റെ മരണശേഷമാണ് പോലും നിങ്ങളിത് നശിപ്പിച്ച് കളഞ്ഞാൽ പോലും ഒരു ചിത്രം പോലും ആർക്കും വെറുതെ കൊടുത്തേക്കുന്നത്. കാരണം അങ്ങനെ അതിൻ്റെ മൂല്യം അതാണെന്ന് ഞാൻ മക്കളോട് എപ്പോഴും പറയാറുണ്ട്. ഞാൻ ഈ ഫിംഗർ പെയിൻറ്റിങ് ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് മനസ്സിലുണ്ടാണ് ആഗ്രഹം. ആദ്യം വന്നു, ഇപ്പോൾ രണ്ടാമത് 3ാമത് ഇപ്പം ചെയ്യാനുള്ള ഇതായിട്ടുണ്ട് വേൾഡ് റെക്കോർഡേ. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പം ചെറിയ ഫണ്ട് വേണം, ഒരു 2 ലക്ഷോളം അടുത്ത് വേണ്ടി വരും. ഇപ്പോൾ ഇത്തരം ഫണ്ട് നമ്മളെ കൊണ്ട് കണ്ടെത്താൻ ഈ ഒരു അവസ്ഥ, ഞാൻ മുൻപ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നമ്മുടെ അവസ്ഥ പോകുന്നത്. ഈ ചിത്രങ്ങൾ വിറ്റ് പോരുന്നെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാനതിന് ഭയങ്കര എൻ്റെ വലിയൊരു സ്വപ്നമാണ് കേട്ടോ അത് ചെയ്യുക എന്നുള്ളത്. കാരണം ഈ ഫിംഗർ പെയിൻറ്റിങ് തന്നെ വേൾഡിങ്ങനെ ആരും ചെയ്തിട്ട് കണ്ടിട്ടില്ല ഞാൻ സംഭവം. ആൾക്കാരോടെ വരയ്ക്കുന്ന നല്ലത് അത് സ്റ്റേജ് ഷോ ആയിട്ട് നമ്മളായിരിക്കും ഒരു പക്ഷേ ആദ്യമായിട്ട് 2.5 മണിക്കൂർ ലൈവ് ഷോ ഉണ്ട്. അത് മ്യൂസിക്കും ഡാൻസും ഉൾപ്പെടെ 2.5 മണിക്കൂർ പെയിൻറ്റിങ് ഷോ ചെയ്തായിരുന്നു സ്റ്റേജിൽ. ഈ കൊറോണ വന്നതെല്ലാം അങ്ങ് പോയി. ഇതൊന്നും നമ്മൾ പൈസ മേടിച്ചിട്ടുള്ള സൗകര്യം, ഈ ആർട്ടിനുള്ളൊരു ഇഷ്ടം കൊണ്ട് നമ്മളങ്ങ് പോയി ആരും വിളിച്ച് നമ്മളങ്ങ് പോകുമായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പോൾ അതൊക്കെ എനിക്ക് മനസ്സിലായി, അതൊന്നും അല്ല യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പം പൈസ കിട്ടിയെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും ആ ഗിന്നസിന് വേണ്ടി തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വലിയൊരു ഉപകാരമായിരുന്നു ഞാൻ. ഇത് യാചനയല്ല, ഒരു സ്വപ്നമാണ് നമ്മുടെ നടക്കാൻ വേണ്ടി, ഒരു ആഗ്രഹമാണത്. അപ്പോൾ ആരെങ്കിലും വരും എന്നുള്ള പ്രതീക്ഷ ഇരിക്കുകയാണ്. കുറച്ച് ഫണ്ട് കിട്ടിയാൽ ഒരു 1.5 ലക്ഷം രൂപ കിട്ടിയാൽ എനിക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ കുറേ സുഹൃത്തുക്കൾ ഫേസ്ബുക്ക് വഴി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. കുറേ നല്ല മനസ്സുള്ള കുറേ ആൾക്കാർ ചെറിയ അവരെ കൊണ്ട് കഴിയുന്ന ചെറിയൊരു എമൗണ്ടൊന്നും സഹായിച്ചു. പക്ഷേ ഒന്നുമല്ല. ഇത് ബോധിച്ചേട്ടൻ്റെ വൈഫാണ്. ചേച്ചി നമസ്കാരം. നമസ്കാരം. എന്താ പേരെന്താ? എൻ്റെ പേര് റീന എന്നാണ്. റീന. ചേട്ടൻ വിവാഹത്തിന് മുമ്പ് വരയ്ക്കുന്ന കാര്യം അറിയാമായിരുന്നോ? നമുക്ക് മുമ്പ് അറിയാമായിരുന്നു, അത്ര അടുത്തറിയത്തില്ലെങ്കിലും കേട്ടറിയാമായിരുന്നു. ഓക്കെ. നമ്മുടെ ഈ ഇവിടെ വന്നപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ ഇത്രയും നല്ല ചിത്രങ്ങൾ സെയിലായി പോകാതിരിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? തീർച്ചയായും നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ ജീവിച്ചു പോകുന്ന തന്നെ ചേട്ടൻ ഇങ്ങനെ ജോലി ചെയ്ത് തന്നെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് തന്നെ. അപ്പോൾ കുറേ ഈ കൊറോണയൊക്കെ ആയപ്പോൾ സമയത്ത് തന്നെ നമ്മൾ ഒരുപാടെന്ന് വെച്ചാൽ ഒരു ദിവസം കഴിഞ്ഞ് പോകാൻ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. നമുക്കാണെങ്കിൽ ഒരു വീട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത് തന്നെ ഓരോ ഘട്ടമായിട്ടൊക്കെയാണ് പണിത് വന്നതും എടുത്തതും ഒക്കെ. പിന്നെ കടങ്ങൾ, ബാധ്യതകൾ, ഇതൊക്കെ ഇപ്പം ചേട്ടനെ സംബന്ധിച്ച് അങ്ങനെ പണിക്കൊന്നും വർക്ക് തന്നെ ഇല്ല. ശരിക്കും പറഞ്ഞാൽ വല്ലപ്പോഴും ഒന്ന് കിട്ടുന്ന അതുപോലും ഇല്ലാതായി. പിന്നെ കൂടുതൽ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ പടങ്ങളൊക്കെ വരച്ച് കൂട്ടിയെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് കുറഞ്ഞ വിലയ്ക്ക് ഇങ്ങനെ ഒരു പ്രാവശ്യം തന്നെ ഇത് വണ്ടിയെ വെച്ച് കെട്ടിക്കൊണ്ട് തന്നെ ഓരോ വീടുകൾ തോറും കൊടുക്കാൻ വേണ്ടി, വിൽക്കാൻ വേണ്ടി തന്നെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഇത് ആരും തന്നെ ഒരു 500 രൂപയ്ക്ക് പോലും എടുക്കാനുള്ള മനസ്സ് പോലും കാണിച്ചിട്ടില്ല. എങ്കിൽ തന്നെ നമ്മളിങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്നല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കടങ്ങളും ബാധ്യതകളും ഒക്കെ ഉണ്ട്. ഈ പെയിൻറ്റിങ് ഒന്ന് വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ നമുക്കതെല്ലാം കടങ്ങൾ വിടാനും മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ പോകാൻ ഏറ്റവും നല്ലതായിരുന്നു. പക്ഷേ ഇതൊന്നും അങ്ങോട്ട് ആരും വാങ്ങിക്കാനും തയ്യാറാവുന്നില്ല. അല്ലേ ചേട്ടനെ എൻ്റെ ഒരു ഇതൊന്നും മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. നമ്മുടെ ബോധിച്ചേട്ടൻ്റെ മക്കളാണ്. എന്താ മോളെ പേര്? മോളെ എന്തുവാ? ശിവകാമി. രണ്ടുപേരും വരയ്ക്കുവോ? മക്കൾ വരച്ച പടം ഏതാന്ന് കാണിക്കുമോ? അത് എന്താണ് ഇത്? നോക്കിയേ, വേണ്ടേ ഇതെല്ലാം. വലിയ വർക്കുണ്ടോ നമ്മളെ ഒന്ന് കാണിച്ചേ. ഇത് കണ്ടോ? ഇതാര് വരച്ചാ? ശിവാമി കൊച്ച്. ഈ കുഞ്ഞ് വരച്ച നല്ല പടമാണ്. ഈ പടം കണ്ടോ? ഇതെല്ലാം ശിവാമിയുടെ പെയിന്റിംഗ് ആണ്. ഈ കാണുന്ന എല്ലാം. ഇതാരാ? മാർഗഴി. ഓക്കെ. അതാണ്ടേ എന്ത് നല്ല പടങ്ങളാണിത്. അച്ഛൻ്റെ അതേ കഴിവ് കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടാണ് ഇത് രതീഷ്. രതീഷിൻ്റെ മുഖം ലൈവായിട്ട് ചേട്ടൻ വരയ്ക്കാൻ പോവുകയാണ്. നമ്മുടെ മുമ്പിൽ ആരെ കിട്ടിയാലും നമ്മളപ്പോൾ വരയ്ക്കും. ആരെങ്കിലും ഒരു സെക്കൻഡ് നമുക്ക് ഫിംഗർ പെയിൻറ് ചെയ്യാതെ ഇതിലും വേഗത്തിൽ ഞാൻ ഫിംഗർ പെയിൻറ് ചെയ്യാറ്. ഒറ്റ പ്രശ്നം കണ്ടാൽ ഒരാളെ മതി. രതീഷ് അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ രതീഷിൻ്റെ പടം കംപ്ലീറ്റ് ആയേക്കുവാണ്. ഇതായിരിക്കുന്നു.
ഇവിടെ വന്നല്ലേ, ഇവിടെ വന്നപ്പോൾ എന്തെങ്കിലും രതീഷിന് എൻ്റെ വക ഒരു ചെറിയൊരു പ്രൈസ് കേട്ടോ. രതീഷ് ചങ്ങനാശ്ശേരി അല്ലേ? ആ പക്ക ഒരു മാറ്റമില്ല, അത് തന്നെ. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് വരാനും എൻ്റെ മനസ്സിലുള്ള വികാരങ്ങൾ പറയാനും ഞാൻ എന്താണ് ചെയ്യുന്ന ജോലിയും കഴിവുമൊക്കെ തിരിച്ചറിഞ്ഞ് ഇവിടെ വന്നതിലും 10 മിനിറ്റ് നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.